വാശി പിടിച്ച് കരയുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഇടപെടാതെ നിന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ ഒരു വാശിയുടെ കരച്ചിലൊക്കെ കഴിഞ്ഞ് അവർ വരും. കുഞ്ഞു മക്കളല്ലേ, അവർക്ക് അങ്ങനെ നമ്മളെപ്പോലെ കുറേ സമയം ദേഷ്യപ്പെട്ട് വാശി പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇതെന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. ഞാൻ പറഞ്ഞില്ല, മോളടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അനിയത്തിയുണ്ട്, വാശി പിടിച്ച് കരയണം ഇപ്പം തന്നെ വേണമെന്ന് പറയും. വാങ്ങിച്ചു തരണപ്പോൾ ഒരു സാധനം ഇപ്പം തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ടിപ്പ്, കരയുകയാണെങ്കിൽ ലെറ്റ് ഹർ ക്രൈ, കരയാൻ വിട്ടു കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവർ വരും. പിന്നീട് നമ്മളൊരു ടൈം കൊടുക്കും. ഇപ്പോൾ ഒരു സാധനം ഇപ്പം എനിക്ക് വാങ്ങിച്ചു തരും, നമ്മളൊന്ന് ആലോചിക്കട്ടെ. നമ്മൾ പെട്ടെന്ന് ചില സംഗതികൾ നമുക്ക് പെട്ടെന്ന് സാധിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഒരു നോട്ട്ബുക്കിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചെരുപ്പൊന്ന് പൊട്ടി. അപ്പോൾ അവർക്ക് ആവശ്യകത അനുസരിച്ചിട്ടാണ് നമ്മളത് സാധിച്ചു കൊടുക്കുക. നമ്മളെല്ലാം സാധിച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നത് എന്തും നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. വലിയ വില കൊടുക്കേണ്ടി വരും. പൈസ അല്ല പറയുന്നത്, മറ്റു പലതും വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ കുട്ടികളെ പലതും ശീലിക്കേണ്ടത്, ക്ഷമ, കാര്യങ്ങളൊക്കെ ചെറുതിലേ ശീലിപ്പിക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഒരുപാട് ടിപ്സ് ഉണ്ട്. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടിപ്സാണ് നമ്മളെ പാരൻറ്റിങ്ങിലുള്ളത്. ഇതിൽ വൺ ഓഫ് ദ ടിപ്പാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ വാപ്പ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ ഇത്താത്ത ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണ്, നമ്മൾ ഒറ്റയടിക്ക് അവരോട് നോ പറയുന്നില്ല. ഇപ്പോൾ ചില കുട്ടികൾ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു തരുമ്പോൾ നോ എനിക്ക് വാങ്ങിച്ചില്ല, അവരോട് ഭയങ്കര വിഷമാണത്. നേരെ മറിച്ച് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ കേട്ടോ എന്ന് പറയുമ്പോൾ അവരുടെ ആ ആവശ്യത്തെ നമ്മൾ ഒരിക്കലും ഒറ്റയടിക്ക് നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ല. അവർക്കൊരു റെസ്പെക്റ്റ്, ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ട് ആലോചിക്കൂടെ നോക്കുമ്പോൾ അവരവരുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. നമ്മളൊരു വെയിറ്റിംഗ് കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക്. ചിലപ്പോൾ നമുക്ക് ആലോചിച്ച് കുറച്ച് വേണ്ടി ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ 2 ദിവസമൊക്കെ അതിനെ കൊണ്ടുപോകും. ഇതൊക്കെ ഞാൻ ഭയങ്കര സാറിൻ്റെ അടുത്ത് ഡയറക്റ്റ് കണ്ടും കേട്ടും അറിഞ്ഞ ടിപ്സാണ്. ഇത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പം മോള് പറയാറുണ്ട്, മോൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ, മോള് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ മോളെന്താ ചോദിക്കുക, അനിയത്തി അവൾ ചോദിക്കുന്നത് വെച്ചാൽ ചെറിയ മോളാണ്, കാക്ക ആലോചിച്ചിട്ട് പറയോ, താത്ത ആലോചിച്ചിട്ട് പറയോ എന്നാണ് ആദ്യം ഇങ്ങോട്ട് പറയുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ, കുട്ടികളെ പോസിറ്റീവായിട്ട് ഇടപെടും.